സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, എത്ര ദിവസമായി വെനസ്വേലയിൽ കടന്നു കയറി ട്രംപിൻ്റെ പട്ടാളം പ്രസിഡന്റിനെയും ഭാര്യയെയും കൈവിലങ്ങണിയിച്ച് കൊണ്ടുപോയി ന്യൂയോർക്കിൽ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ നമ്മുടെ മഹത്തായ, ലോകത്തിലെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ, പ്രധാനമന്ത്രി, വിശ്വഗുരു ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അതിനുള്ള ആംബിയറില്ല. അതാണ്, വേറൊന്നുമല്ല. എത്രയോ നെഞ്ചളവ് വീതിയാണ്, നീളമാണെന്നൊക്കെ പറയുന്നുണ്ട് സംഘപരിവാറുകാർ. ഇവനെല്ലാം ഈ സംഘപരിവാറുകാരും RSSകാരും പേടിച്ചു തൂറികളാണ്. ഇവനെന്നും പണ്ടും ഇംഗ്ലീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരാണ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിലായപ്പോൾ ഇനി ഞങ്ങൾ യാതൊരു കാരണവശാലും ഇംഗ്ലണ്ടിനെതിരെ ശബ്ദിക്കൂല, ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കൂല, ഞങ്ങൾ ഞങ്ങളുടെ മതത്തിന്റെ പ്രവർത്തനം നടത്തിക്കോളാം, നിങ്ങൾക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ആ രീതിയിൽ ഞങ്ങൾ നിങ്ങളെ സഹായം ചെയ്യാം എന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തവനുടെയൊക്കെ ചരിത്രമാണ് RSSനും ഈ സംഘപരിവാർ ശക്തികൾക്കുള്ളത്. അതേ പാത പിന്തുടരുകയാണ് മോഡിയും. മോഡി ആരെയാണ് ഭയക്കുന്നത്? ഒന്നുമല്ലെങ്കിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു ഉരുക്കു വനിതയുണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി. അന്നൊന്നും നമ്മൾ സാമ്പത്തികമായിട്ടോ സൈനിക ശക്തിയിലോ ഒന്നും മെച്ചമല്ലായിരുന്നു. എന്നിട്ട് പോലും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തില് അമേരിക്കൻ 7ാം കപ്പൽപ്പട വരുന്നെന്ന് പറയുമ്പോ അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞപ്പോ, കപ്പൽപ്പട വന്നാൽ തിരിച്ചു പോകണോ എന്ന്, കപ്പൽപ്പടയ്ക്ക് തിരിച്ചു പോകണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ പാരമ്പര്യമുള്ള ഉരുക്ക് വനിത ഭരിച്ചിരുന്ന ഇന്ത്യ മഹാരാജ്യം ഇന്ന് RSS സംഘപരിവാർ ശക്തികളുടെ വിശ്വഗുരുവായ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമായ മോഡി ഭരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മിണ്ടാട്ടമില്ല. ഒരു ജനാധിപത്യം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഒരു സോഷ്യലിസ്റ്റ് ആവട്ടെ, ഒരു രാജ്യത്തിലേക്ക്, പരമാധികാര ഉള്ള ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും വിലങ്ങ് വെച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന ലോക ചരിത്രത്തിൽ തന്നെ ഇതാദ്യമാണ്. കാരണം അമേരിക്കയും വെനസ്വേലയുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ലാത്ത പ്രശ്നം അവരുണ്ടാക്കുകയാണ്. അതായത് അമേരിക്കയ്ക്ക് ഇഷ്ടമില്ലാത്തവരുമായിട്ട് വെനസ്വേല കൂടിയാൽ അങ്ങനെയുള്ള ഭരണാധികാരികളെ ഞങ്ങൾ നിലനിർത്തുകയില്ല. അത് തന്നെയാണ് ഇപ്പൊ മോഡിയുടെ കാര്യത്തിലും. മോഡി സോവിയറ്റ് യൂണിയനുമായിട്ടും ചൈനയുമായിട്ടും അടുക്കുന്നു എന്ന് വന്നപ്പോൾ അതിന് പ്രതികാരമായാണ് ഓരോ തീരുവ, ടാക്സിന്റെ കാര്യത്തിലായിരുന്നു, അല്ലാതെ കാര്യത്തിലായിരുന്നാലും അമേരിക്ക തീരുമാനമെടുത്തത്. അതുപോലെ പെട്രോൾ വാങ്ങിക്കണം, എവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. ഇന്ത്യ എവിടെ നിന്ന് പെട്രോൾ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ അത്ര അടിമപ്പണിയാണ് ഇപ്പൊ മോഡി ചെയ്യുന്നത്. മോഡി എന്തിനു ഭയക്കണം? മോഡി ആരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് ഭയക്കുന്നത്? അപ്പോൾ എല്ലാം ഇത് തന്നെയാണ്. അവർക്കൊന്നും യാതൊരു നയപരിപാടികളുമില്ല. അപ്പോ ഈ സംഘപരിവാർ ശക്തികളെ, ഈ ഭയന്നോടുന്നവരെ നമ്മൾ ഈ രാജ്യത്തെ പരമാധികാരം ഏൽപ്പിക്കണോ, അതോ മറ്റൊരു ഭരണാധികാരിയെ നമ്മൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും നമ്മുടെ ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവകാശ വിനിയോഗം, അതായത് തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളിനെ തെരഞ്ഞെടുക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. കാരണം അവര് ഈ പോളിംഗ് മെഷീനിൽ തന്നെ കൃത്രിമം കാണിക്കുകയാണ്. ആർക്ക് കുത്തിയാലും BJPക്ക് പോകുന്ന ഒരു സമ്പ്രദായമാണ് പോളിംഗ് മെഷീനിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണം. ജനങ്ങൾ കൂട്ടത്തോടെ ഈ ഗവൺമെന്റിനെതിരാവണം, പ്രകടനം നടത്തണം. ഈ ഗവൺമെന്റിനെ സ്തംഭിപ്പിക്കണം. ഇവിടെ ഒരു മാറ്റമുണ്ടാകണം. ഇങ്ങനെ ആർക്കും അടിമപ്പെട്ട് ജീവിക്കാനല്ല നമ്മൾ 16 ലക്ഷം ഇന്ത്യക്കാർ അവരുടെ ജീവൻ ബലി കൊടുത്ത് സ്വാതന്ത്ര്യം നേടിയത്. അതും ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷുകാരായിരുന്നാൽ അവരുടെ പിൻതലമുറക്കാരാണ് ഈ അമേരിക്കക്കാർ എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടനിലെ പഴയ കുറ്റവാളികളെ നാട് കടത്തിയ സ്ഥലമാണ് അമേരിക്ക. പിന്നെ അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായിരുന്നാലും ശരി, ബാക്കിയുള്ള തെക്കേ അമേരിക്കയിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും ഒക്കെ കുടിയേറിയവർ ഒരുപാടുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ഒക്കെ കുടിയേറിയവർ ഒരുപാടുണ്ട് അവിടെ. അവരെല്ലാം ഇന്ന് അവിടുത്തെ സിറ്റിസൺസ് ആണ്. അവരെല്ലാം അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അതായത് നേതൃത്വം കൊടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് മോഡിക്ക്. അല്ലെങ്കിൽ മോഡിക്ക് വേണമെങ്കിൽ
ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കാം. റഷ്യയും ചൈനയും ബാക്കിയുള്ള ബ്രസീലിനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഒരു പിന്നെ ഒരു കൂട്ടായ്മ യോഗം വിളിച്ച് ഈ അമേരിക്കക്കെതിരെ പ്രതികരിക്കാനുള്ള ശക്തി പോലും, അങ്ങനെ പറയാനുള്ള ധൈര്യം പോലും മോഡിക്ക് ഇല്ലാതായി പോയല്ലോ എന്നാലോചിക്കുമ്പോൾ ആ കഷ്ടമേ, ഞാൻ ഇന്ത്യയിലാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. ഇങ്ങനെ ഒരു പേടിച്ചു തൂറി പിന്നെ പ്രധാനമന്ത്രിയാണല്ലോ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എന്നാലോചിക്കും വളരെയധികം വിഷമമുണ്ട്. ഈ RSS എന്താ ഒന്നും മിണ്ടാത്തത്? സംഘപരിവാർ ശക്തികൾ എന്താണ് മിണ്ടാത്തത്? ഭയന്നിട്ടാണോ? അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവരെല്ലാം അടിമകളാണ്. ഇവിടെ കാണിക്കുന്ന പിന്നെ ഈ സംസാരവും അഭിപ്രായങ്ങളും ഹുങ്കുമൊന്നും അമേരിക്കയുടെ അടുത്ത് വില പോവില്ല. അവർ ഭയന്ന് ജീവിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ് എനിക്ക് ഇന്ത്യയിലുള്ള ഓരോ പൗരനോടും ആവശ്യപ്പെടാനുള്ളത്. നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ നമ്മൾ മുന്നിട്ടിറക്കണം. നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു സംഘപരിവാറുകാരും ഈ പിന്നെ RSSും എന്താണ്, അവരുടെ ധൈര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഏതായാലും ശരി, നമ്മുടെ ആയിരക്കണക്കിന് കിലോമീറ്റർ പിന്നെ ഭൂമി ചൈന കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെതിരെ മിണ്ടാട്ടമില്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്, ശക്തിയില്ലാത്ത രാജ്യമാണ്. ഇന്ത്യയുമായിട്ട് മുട്ടാൻ യാതൊരു കാരണവശാലും ഒരു കഴിവില്ലാത്തവരാണ്. അവരെ പിന്നെ മുട്ടാനാണ് മോഡിക്ക് ആഗ്രഹം. ചെയ്യുന്നെങ്കിൽ നേർക്ക് നേരെ ചെയ്യേണ്ടത് ചൈനയുമായിട്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനല്ല വേണ്ടത്. അമേരിക്കക്കെതിരെ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കി അതിന് നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള കഴിവ് ഈ വിശ്വഗുരുവിന് ഇല്ലാതായി പോയല്ലോ. ഒന്നുമില്ലെങ്കിൽ ഈ RSSകാരും സംഘപരിവാറുകാരെങ്കിലും മോഡിയെ ഒന്ന് ഇളക്കി ഒന്ന് കീ കൊടുക്കണേ. അതായത് ഇയാളെ ഏതെങ്കിലും രീതിയിൽ അമേരിക്കക്കെതിരെ ഒന്ന് വാ തുറക്കാനെങ്കിലും സഹായിക്കണമെന്നാണ് എനിക്ക് സംഘപരിവാർ ശക്തികളോട് പറയാനുള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ജയ് ഭാരത്.